പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമെന്ന് ഡി.കെ. ശിവകുമാർ. വൈകാരിക വിഷയങ്ങൾ മുതലെടുക്കുന്നത് കോൺഗ്രസ് രീതിയല്ല. ബി.ജെ.പി തോൽക്കുമെന്നുറപ്പായപ്പോൾ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ്. കേസുകളിൽ കുറ്റപത്രം കൊടുക്കാനോ ഒരു രൂപയുടെ അഴിമതി തെളിയിക്കാനോ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ശിവകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. BJP know that they will lose the elections. That is why they are trying to block all the opposition leaders. If they were strong, they would have made a level playing field. So we have already commented on that. We have opposed that issue. We have been fighting out on that. Congress party is a party which is not looking on emotions. It is looking on development of the country, development, socio-economic status of every individual. Financially, they have to be sound. The big price rise has been going on. Employment problem has been going on. We are looking at how to help these people. That is why these guarantee schemes have been brought into place, and in the manifesto we have declared these guarantee schemes. ജാതി സെൻസസ് നടത്തുമെന്നത് കോൺഗ്രസ് വാഗ്ദാനമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി.കെ. ശിവകുമാർ. ഇക്കാര്യത്തിൽ കേരളത്തിലോ കർണാടകത്തിലോ ആശയക്കുഴപ്പമില്ല. വിഭവങ്ങളിൽ അർഹമായ വിഹിതം എല്ലാവർക്കും കിട്ടണമെന്നും ഡി.കെ. ശിവകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. Caste census is only to see that the socio-economic problem, to see that economically everyone is being given, proper share is being given to everyone. There is no confusion. We are very clear that every section has to be treated equally as per the population. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എം.കെ. ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, പ്രധാന വിഷയങ്ങളിൽ CAA നടപ്പാക്കുന്നതിനെതിരെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, ഇന്ത്യ സഖ്യത്തിന്റെ ജയസാധ്യത സംബന്ധിച്ച് ഇതിലൊക്കെ എന്താണ് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം? ദിവ്യ, കേരളത്തിൽ 2 ദിവസമാണ് ഡി.കെ. ശിവകുമാർ ഇപ്പോൾ പ്രചരണം നടത്തിയത്. ഇന്നലെ ആലപ്പുഴയിലും ഒപ്പം എറണാകുളത്തും ഒപ്പം ഇന്ന് തൃശ്ശൂരിലുമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം നടന്നത്. അതിനിടയിലാണ് അദ്ദേഹം മീഡിയ വണ്ണുമായി ഏതാനും സമയം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടാണ്. പൗരത്വ നിയമം റദ്ദാക്കുമെന്ന ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം കേരളത്തിൽ ഇടതുപക്ഷം കാര്യമായി ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് പൗരത്വ നിയമത്തിനെതിരെ വളരെ ശക്തമായി തന്നെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ പൗരത്വ നിയമം റദ്ദാക്കുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ ഒരു സംശയത്തിനും വകയില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഒപ്പം തന്നെ വൈകാരിക വിഷയങ്ങൾ മുതലെടുത്ത് അതിന് വലിയ പ്രാധാന്യം നൽകുന്ന രീതി കോൺഗ്രസിനില്ല. വിലക്കയറ്റവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും അടക്കമുള്ള വിഷയങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രചാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാനത്ത് അതേക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസോ CPM തയ്യാറാകുന്നില്ല. സമാന ഒരു പ്രശ്നം കർണാടകത്തിലുമുണ്ട്. കർണാടകത്തിൽ കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കൾ ജാതി സെൻസസ് നടത്തുന്നതിനെതിരെ അല്ലെങ്കിൽ കർണാടക നടത്തിയ ജാതി സെൻസസിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയ സ്ഥിതിവിശേഷമുണ്ടായി. ഇതിൽ ഡി.കെ. ശിവകുമാർ അടക്കമുള്ളവർ ഒപ്പുവെച്ചു തുടങ്ങിയ വിവാദങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം ഞാൻ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ജാതി സെൻസസ് എന്നുള്ളത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ജനസംഖ്യാനുപാതികമായി എല്ലാവർക്കും അർഹമായി നൽകണം. സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അർഹമായ വിഹിതം ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. ഒരുപക്ഷെ അത് സംബന്ധിച്ച വിവാദങ്ങൾ അദ്ദേഹം ഭയക്കുന്നുണ്ടാവും. മറ്റൊന്ന്, നേരത്തെ ED അടക്കമുള്ള കേസുകളിൽ പ്രതിയായി ജയിലിലടക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഡി.കെ. ശിവകുമാർ. അദ്ദേഹം പറഞ്ഞത് BJPയുടെ കയ്യിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുകൊണ്ട് പലരെയും BJPയിൽ ചേർന്ന ആളുകളെയെല്ലാം ക്ലീൻ ആക്കും. എന്നാൽ പ്രതിപക്ഷത്തെ പല നേതാക്കളും ഇപ്പോൾ ജയിലിലാണ്. അവർക്കെതിരെ 1 രൂപയുടെ അഴിമതിയോ അല്ലെങ്കിൽ കുറ്റപത്രം നൽകാനോ പോലും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യയിൽ മുൻകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യെസ് ഷുക്കൂർ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ജയസാധ്യതകൾ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം കേരളത്തിലെയും കർണാടകത്തിലെയും
തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഒരു പ്രതികരണം അദ്ദേഹം നടത്തി. കേരളത്തിൽ 20 സീറ്റും നേടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കർണാടകത്തിൽ 28-ൽ 20 സീറ്റും നേടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഒപ്പം തന്നെ തെലങ്കാനയിൽ 10 സീറ്റും നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. BJP തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഇതുപോലെ വേട്ടയാടുന്നത്. അക്കാര്യത്തിൽ ഒരു ആശങ്കയ്ക്കും വകയില്ലാത്ത വിധം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പോരാടും. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പാർട്ടിക്കുണ്ട്. പാർട്ടിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലും കർണാടകത്തിലും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ട്. അതെല്ലാം ജനങ്ങളെ അണിനിരത്തി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യെസ് ഷുക്കൂർ, ഇപ്പോൾ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കേന്ദ്രത്തിന്റെ അവഗണനയാണ് അതിന് പ്രധാന കാരണമായതെന്നാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന ഒരു പ്രധാന വാദം. അതിൽ എന്താണ് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത്? ഇത് സംബന്ധിച്ച വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ച ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, അന്ന് സമയം ലഭിച്ചിരുന്നില്ല. അതേസമയം കർണാടകത്തിൽ ഒരു വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അക്കാര്യത്തിൽ നിർമ്മല സീതാരാമൻ തന്നെ കേന്ദ്രത്തിന്റെ സഹായം വൈകുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇക്കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. കേരളത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചില്ല.